പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നമ്മൾ ആത്മാവിലേക്ക് ശക്തിയോടുകൂടെ കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വചനത്തിൽ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം യേശുക്രിസ്തുവിന്റെ മഹത്വം നമ്മൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് ലേഖനം എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ഈ വചനം മുമ്പ് കേട്ടതായി കൊലോസ്യ സഭയോട് പൗലോസ് പറയാൻ ഇടവന്നു. മുമ്പ് കേട്ട വചനം നമുക്കറിയാം. മാനവകുലത്തിനു വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന യേശു കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജാതി മതഭേദമന്യേ ഈ ലോകത്തിലുള്ള സകല മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവാണ് കടന്നു വരുവാൻ ഇടവന്നത്. യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള വരവും ഈ ലോകത്തിലുള്ള യേശുവിന്റെ ജീവിതവും ഈ ലോകത്തിൽ സുവിശേഷം സദ്വർദ്ധമാനം യേശു ലോകത്തെ അറിയിക്കുവാൻ ഇടവന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള സത്യം. ഒന്ന്, ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകിയിട്ടില്ല, യേശു എന്ന നാമമാണെന്ന് യേശു കർത്താവ് നമ്മോട് പറയുന്നു. 2, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമർപ്പിച്ചത് യേശു കർത്താവ് മാത്രമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിത മരണം പാപത്തിൽ നമ്മൾ അടിമപ്പെട്ട നമ്മളെ നമ്മുടെ പാപശരീരം നീക്കേണ്ടതിന്, നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയേണ്ടതിന്, നമ്മുടെ പാപങ്ങളെ കഴുകാൻ കാൽവരിയിലെ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ക്രൂശിച്ചൊരിഞ്ഞ ആ സത്യം നമ്മൾ ഇന്ന് തിരിച്ചറിയണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. യേശു വെറുതെയല്ല ലോകത്തിലേക്ക് വന്നത്. പിതാവിന്റെ മഹത്വം പുത്രനിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്നോട് എന്തൊക്കെ ചോദിച്ചോ, പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുമെന്നാ യേശു പറഞ്ഞത്. യേശു പറഞ്ഞ വാക്കുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വിടുതൽ അനുഭവിക്കാൻ ഇടവന്നു. യേശുവിന്റെ അടുക്കൽ വന്ന രോഗികളായ മനുഷ്യർ, അന്ധരായ മനുഷ്യർ, കുഷ്ഠരോഗികളായ മനുഷ്യർ, തളർന്നു കിടക്കുന്ന മനുഷ്യർ അവിടെ രോഗത്തിൽ നിന്ന് വിടുതൽ അല്ലെങ്കിൽ സൗഖ്യം, അനുഗ്രഹം പ്രാപിച്ചു കടന്നു പോകുമ്പോൾ ലോകത്തിൽ ഇതുവരെയും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ എന്ന് അവർ അതിശയിക്കുമ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. തളർവാദ രോഗിയുടെ തളർവാദം മാറ്റി അവനെ എഴുന്നേൽപ്പിച്ചു നടത്തി. അന്ധനായ മനുഷ്യന്റെ അന്ധത മാറ്റി അവനെ കാഴ്ച പ്രാപിച്ച് അല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുമ്പോൾ അനേകർ ചോദിച്ചു, നിനക്ക് എവിടുന്നാണ് സൗഖ്യം കിട്ടിയത്? യേശു എന്നൊരാൾ എന്നെ സൗഖ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഈ വചനം, യേശുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ, വിശ്വസിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. വചനം ആരുടെ അടുക്കലേക്ക് കടന്നു ചെന്നോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കും. ഈ വചന സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ
ദൈവം വലിയ ദൈവപ്രവൃത്തി നടത്താൻ പോവുകയായി. ഇപ്പം നടത്തുക ദൈവം. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? മരിച്ച 4 ദിവസമായി നാറ്റം വമിച്ച് കുഴിയിൽ കിടന്ന ലാസറിന്റെ അടുക്കിലേക്ക് ലാസറിന്റെ സഹോദരിമാരോട് കൂടെ കടന്നുപോയ യേശു പറഞ്ഞത്, വിശ്വസിക്കുന്നെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശുവിൽ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണാൻ കഴിയുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നവനാണ് യേശു. യേശുവിൽ ഒന്ന് വിശ്വസിക്കാമോ? ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ സത്യം നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും ഇന്നും മായ്ക്കപ്പെടും. അതിനുവേണ്ടി നിങ്ങൾ ഒരു പരിഹാര യാഗം നടത്തേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ ഒരു മല കയറേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ ഒരു പര്യടനം നടത്തേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണമെന്നതിന്റെ ആവശ്യമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഇന്നും നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന വചനമായി മാറട്ടെ. യേശുവേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും വലിയ സൗഖ്യവും അനുഗ്രഹവും വിടുതലും ദൈവസ്നേഹവും ദൈവകൃപയും വെളിപ്പെടാൻ കർത്താവ് ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.